എല്ലാവർക്കും ഫൈൻഡെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വർക്ക് എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഫൈനൽ പാർട്ട്. അപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് SSC CGL-ഉമായിട്ട് ബന്ധപ്പെട്ട 2018-ലെയും 2019, 2020, 2021 ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ 2018-ലെ ചോദ്യം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. To do a certain work, A and B work on alternate days, with B beginning the work on the first day. A can finish the work alone in 48 days. If the work get completed in 1/3 days, then B alone can finish 4 times the same work in 24 days, 32 days, 27 days, 30 days. ഇപ്പോൾ ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്: എയും ബിയും കൂടെ ഓൾട്ടർനേറ്റീവായിട്ട് ഒരു ജോലി ആരംഭിച്ചു. അതിൽ ഫസ്റ്റ് ദിവസം ജോലി ചെയ്യണ ബി ആണ്. എക്ക് ആ ജോലി ചെയ്യാനായിട്ട് 48 ദിവസം എടുക്കും. എക്കും ബിക്കും കൂടെ ആ ജോലി ചെയ്യാനായിട്ട് 11/1/3 ദിവസം എടുക്കും. എങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ, ആ ജോലിയുടെ 4 മടങ്ങ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇത്രയാണ് ചോദ്യം പറയണം. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. ആദ്യം A + B എത്രയാ? 11/1/3 ദിവസം. എക്ക് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ 48 ദിവസം. അപ്പോൾ A 48 ദിവസം കൊണ്ടൊരു ജോലി ചെയ്യും. അപ്പം നമുക്ക് ജോലി 1 യൂണിറ്റ് ആയിട്ട് എടുക്കാം. ആകെ ഈ ജോലി എത്രയാണ്? 1 യൂണിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്യും? നോക്കി നോക്കാം. 1 യൂണിറ്റ് ജോലി 48 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 1/48 യൂണിറ്റ് ജോലി ആര് ചെയ്യും? എ ചെയ്യും. അതായത് എയുടെ എഫിഷ്യൻസി എത്രയാ? 1/48. എയുടെ എഫിഷ്യൻസി 1/48. ഇനി ചോദ്യം പറയുന്നുണ്ട്, ബി ആണ് ഈ ജോലി തുടങ്ങിയത്. അപ്പോൾ ബി എത്ര ദിവസം ജോലി ചെയ്ത് നോക്കാം. ഫസ്റ്റ് ദിവസം ബി ആയിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ ദിവസം ആരായിരിക്കും ജോലി ചെയ്തിട്ടുണ്ടാവുക? അത് എ ആയിരിക്കും. മൂന്നാമത്തെ ദിവസം ബി, നാലാമത്തെ ദിവസം എ, അഞ്ചാമത്തെ ദിവസം, ഏഴാമത്തെ ദിവസം, 9-ാമത്തെ ദിവസം, 11-ാമത്തെ ദിവസം. ഇവിടെ എ ആകുമ്പോഴോ 6-ാമത്തെ ദിവസം, 8-ാമത്തെ ദിവസം, 10-ാമത്തെ ദിവസം, പിന്നെ ഒരു 1/3 ഭാഗം കൂടി ആര് ചെയ്യും? എ ചെയ്യും. അപ്പോൾ ഇവിടെ ടോട്ടല് ബി എത്ര ദിവസം ജോലി ചെയ്തു? 1, 2, 3, 4, 5, 6 ദിവസം ബി ജോലി ചെയ്തു. എ എത്ര ദിവസം ജോലി ചെയ്തു? 1, 2, 3, 4, 5, 1/3 ദിവസം എ ജോലി ചെയ്തു. അപ്പോൾ നമുക്കറിയാം വെറ്റ്, നമ്മുടെ ട്രിക്കാണ് വെറ്റ് എന്ന് പറയുമ്പോൾ വർക്ക് എഫിഷ്യൻസി ടൈം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ എന്തെഴുതി? വെറ്റ് എഴുതി വെച്ചു. നമ്മളിവിടെ ട്രിക്ക് എഴുതി വെറ്റ് വർക്ക് കാണാനായിട്ട് എഫിഷ്യൻസി ഇൻറ്റു ടൈം. നമ്മൾ എയുടെ എഫിഷ്യൻസി നമുക്കറിയാം എത്രയാണ്? 1/48 ആണ്. എ 5/1/3 ദിവസം വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് എ ചെയ്ത ജോലി വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി എത്രയാ? 1/48 ഇൻറ്റു എത്ര ദിവസം വർക്ക് ചെയ്ത് നോക്കിയേ? 5/1/3 ദിവസം. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റണം. എങ്ങനെ മാറ്റുക? 1/48 ഇൻറ്റു 5/3 15 + 1 16/3. ഇവിടെ 48 16 എത്ര വട്ടം പോവും? 16 16 16 32 16 48 3 വട്ടം പോവും. 3/3 എത്രയാ? 9. അപ്പോൾ 1/9 കിട്ടും. നമുക്ക് ഇവിടെ നേടെ വർക്ക് കിട്ടിയ എത്രയാ? 1/9. എ 1/9 വർക്ക് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ജോലി ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ബാക്കിയുള്ള ജോലി ബി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ മൊത്തം ജോലിനെ 1 ആയിട്ട് എടുത്തു, 1 യൂണിറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ജോലി എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 1-ൽ നിന്നും 1/9 കുറയ്ക്കണം. അപ്പോൾ
കണ്ടുപിടിക്കാനായിട്ട് 1ൽ നിന്നും 1/9 കുറയ്ക്കണം. അപ്പോൾ നമ്മൾ 1ൽ നമ്മൾ എന്താക്കി 9/9 മൈനസ് 1/9, അതായത് 8/9. ബിയുടെ വർക്ക് 8/9 കിട്ടി. ബി എത്ര ദിവസം കൊണ്ടായി 8/9 വർക്ക് ചെയ്യണേ? 6 ദിവസം കൊണ്ടാണ്. അപ്പോൾ 6 ദിവസം കൊണ്ട് ബി 8/9 ജോലി ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഒരു ജോലി, അതായത് ഈ ജോലി മുഴുവനായിട്ടും ബിക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ വർക്കിന്റെ സ്ഥാനത്ത് 1 ആവണം. 1 യൂണിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മുഴുവൻ വർക്കാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരെ നമ്മൾ ഈ സമത്തിന്റെ പ്രതി കൊണ്ടുപോകുക. അപ്പൊ ഇവിടെ 1 മാത്രമാവും. ഇവരെ മൊത്തത്തിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ എങ്ങനെയാണ് കൊണ്ടുവരിക? 6 ഇൻറ്റു 9 ഇങ്ങോട്ട് പോയാൽ ഇൻറ്റു 9, പിന്നെ അതുപോലെ ഈ 8 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 8. അപ്പൊ ഇവിടെ ഒരു വർക്ക് കിട്ടും. അപ്പൊ ഈ മൊത്തം ജോലി ബിക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും? 6 ഇൻറ്റു 9/8 ദിവസം എടുക്കും. അപ്പൊ നമ്മൾ ഇതിനെ വെട്ടിച്ചേർന്നാക്കാം. 8ല് 4 വട്ടം, 6ല് 3 വട്ടം, 3 ഇൻറ്റു 9 27. അപ്പോൾ 27/4 ദിവസം എടുക്കും. ചോദ്യം ഇങ്ങനെയാണ് പറയണേ, ബിക്ക് ഈ ജോലിയുടെ 4 മടങ്ങ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും? 4 മടങ്ങ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും? അപ്പൊ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 4 ചെയ്യണം. 27/4 ഇൻറ്റു 4 എത്ര വരിക? നമുക്ക് 4 ടൈംസ് ഇടാം. 4 ടൈംസ് ഈ 4 കിട്ടി. ഉത്തരം 27 ദിവസം വരും. അതായത് ബിക്ക് ഈ ജോലിയുടെ 4 മടങ്ങ് ചെയ്യാനായിട്ട് 27 ദിവസം വേണം. Earn 14,820 in 2 days. How much will 4 women and 6 men earn in 1 day? Option A 13,338. Option B 13,832. Option C 26,676. Option D 27,664. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് പറയണത്, 6 പുരുഷന്മാർ അല്ലെങ്കിൽ 5 സ്ത്രീകൾ ഇവർ 2 ദിവസം കൊണ്ട് 14,820 രൂപ സമ്പാദിക്കും. 4 സ്ത്രീകളും 6 പുരുഷന്മാരും ചേർന്നിട്ട് ഒരു ദിവസം കൊണ്ട് എത്ര രൂപ സമ്പാദിക്കും? അപ്പോൾ 6 men or 5 women എത്രയാ? 14,820 in 2 days. കണ്ടുപിടിക്കേണ്ടത് 6 men and 4 women എത്രയാണ്? അപ്പോൾ in 1 days in 1 day. അപ്പോൾ ഇതിന് ഈസി ആയിട്ട് നമുക്ക് 6 മെന്ന് ഒരു ദിവസം കൊണ്ട് എത്ര രൂപ സമ്പാദിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കുക? 6 മെൻ 2 ദിവസം കൊണ്ട് 14,820 രൂപ സമ്പാദിക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 2 വെട്ടി 7 വട്ടം 4 വട്ടം 1 വട്ടം 0. അതായത് 6 മെൻ 7,410 രൂപ ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഏൻഡ് ആണ്. അപ്പൊ 7,410 പ്ലസ് 4 വുമൺ ഒരു ദിവസം കൊണ്ട് എത്ര രൂപ സമ്പാദിക്കുന്നത് കണ്ടുപിടിക്കണം. 5 വുമൺ ഇൻ 1 ഡേ ഒരു ദിവസം കൊണ്ട് എത്ര രൂപ സമ്പാദിക്കും? അത് ഇതിന്റെ പകുതി. ഇതിപ്പോ 2 ദിവസം കൊണ്ടാ. അപ്പൊ ഇതിന്റെ പകുതി എത്രയാ? 7,410. അപ്പൊ ഒരു വുമൺ ഒരു ദിവസം കൊണ്ട് എത്ര രൂപ സമ്പാദിക്കുക? 1 ഡേ. അതായത് ഈ 5നെ സമത്തിനെ പ്രതി കൊണ്ടുപോവുക. 7,410 ഡിവൈഡ് ബൈ 5 എത്ര വരിക? 1 വട്ടം ബാക്കി 2, 4 വട്ടം ബാക്കി 4, 8 വട്ടം
അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട 4 വുമൺ. അപ്പോൾ ഇൻ 1 ഡേ ഒരു വുമൺ ഡേ കിട്ടി നമുക്ക് എത്രയാ? 1482 രൂപ. 4 വുമൺ ഡേ കണ്ടുപിടിക്കാൻ 1482 ഇൻറ്റു 4. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇരട്ടിയുടെ ഇരട്ടിയാണ്. 1482 ഇരട്ടി എത്രയാ? 2964 വരും. ഇനി അതിന് വീണ്ടും ഇരട്ടിയാക്കണം. 2964 പ്ലസ് 2964 2964 കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? 5928. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കൂട്ടും. 5900 ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഉത്തരം 0 8 8 1 2 3 9 3 12 13338 എന്ന് വരും. Prelims question paper. To do a certain work, A and B work on alternate days, with B beginning the work on the first day. A alone can complete the same work in 24 days. If the work get completed in 11/1/3 days, then B alone can complete 7/9 part of the original work in option A 5/1/2 days, B 4 days, C 4/1/2 days, D 6 days. CGL 2018 ചോദിച്ച സെയിം മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് CGL 2020 പ്രിലിംസിലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം നോക്കാം. ചോദ്യത്തിൽ എയും ബിയും കൂടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോകണം. ബി ആ ജോലി സ്റ്റാർട്ട് ചെയ്യണം. എയ്ക്കും ബിക്കും കൂടെ 11/1/3 ദിവസം എടുക്കും ആ ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ എയ്ക്ക് ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ 24 ദിവസം എടുക്കും. എങ്കിൽ ബിക്ക് ആ ജോലിയുടെ 7/9 ഭാഗം എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ ഇതാണ് ചോദ്യം. ഇപ്പോൾ നമുക്ക് ചോദ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് എഴുതി വയ്ക്കാം. എയ്ക്കും ബിക്കും കൂടെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 11/1/3 ദിവസം മതി. പിന്നെ അതുപോലെ അതിൽ പറയുന്നത് ബി ആ ജോലി തുടങ്ങുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യം എക്ക് ആ ജോലി ചെയ്യാൻ 24 ദിവസം വേണം. നമ്മളിവിടെ ടോട്ടൽ വർക്കായിട്ട് 1 യൂണിറ്റ് എടുത്തു. അപ്പോൾ 1 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആണ് 24 ദിവസം. അതിന്റെ ഒരു ദിവസം കൊണ്ട് എത്ര ജോലി കംപ്ലീറ്റ് ചെയ്യും? 1/24 യൂണിറ്റ് ജോലി കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബി ആണ് ജോലി സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ ബി ജോലി സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം ബി തന്നെ ജോലി ചെയ്യും, രണ്ടാമത്തെ ദിവസം എ ജോലി ചെയ്യും, മൂന്നാമത്തെ ദിവസം ബി ജോലി ചെയ്യും, നാലാമത്തെ ദിവസം എ ജോലി ചെയ്യും. അങ്ങനെ 5 7 9 11 ഇവിടെ 6 8 10 ലാസ്റ്റുള്ള 1/3 ആര് തന്നെ ചെയ്യും? എ തന്നെ ചെയ്യും. ബിക്ക് ഇവിടെ മൊത്തം 6 ദിവസം, എക്ക് ഇവിടെ മൊത്തം 5/1/3 ദിവസം. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെറ്റ് യൂസ് ചെയ്യാൻ പോവുക. വെറ്റ് വെച്ചിട്ട് നമ്മൾ എത്ര ജോലി കംപ്ലീറ്റ് ചെയ്തു കണ്ടുപിടിക്കാൻ പോകും. എ ചെയ്ത ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെറ്റ് ഇവിടെ എഴുതി വർക്ക് എഫിഷ്യൻസി ടൈം. ഇതിന്ന് വർക്കാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സർ ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി എത്രയാ? 1/24 ഇൻറ്റു എത്ര ദിവസമായി വർക്ക് ചെയ്ത്? 5/1/3 ദിവസമായി വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിനെങ്ങനെയാ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക? 5/3 + 1 എത്ര വരിക? 1/24 ഇൻറ്റു 5/3 15 + 1 16/3. അപ്പോൾ ഇവർ രണ്ടുപേരും ആരെ മൾട്ടിപ്പിളാ? 8ന്റെ മൾട്ടിപ്പിളാ. 1 8 16 3 24 3 3 9. അപ്പോൾ ഇവിടെ ഉത്തരം 2/9. അപ്പൊ എത്ര വർക്ക് ചെയ്തു? 2/9 യൂണിറ്റ് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബിയുടെ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക?
മൊത്തം വർക്ക് 1 യൂണിറ്റാന്ന് പറഞ്ഞു. അതിൽ 2/9 യൂണിറ്റ് ആര് ചെയ്തു? എ ചെയ്തു. ബാക്കിയുള്ളത് ആയിരിക്കും ആര് ചെയ്യുന്നത്? ബി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ 2/9 കുറയ്ക്കും. 1 മൈനസ് 2/9, 9/9 മൈനസ് 2/9, 9 2 പോയാൽ 7/9. ഇനി ഈ 7/9 യൂണിറ്റ് വർക്കാണ് ഈ ബി 6 ദിവസം കൊണ്ട് ചെയ്തത്. അതായത് 6 ദിവസം കൊണ്ട് എത്ര വർക്ക് ചെയ്തു? 7/9 യൂണിറ്റ് വർക്ക് ചെയ്തു. ഈ ബിക്ക് ഈ ജോലി, അതായത് ഈ ജോലി എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് തീർക്കാൻ എത്ര ദിവസം എടുക്കുന്ന എങ്ങനെ കണ്ടുപിടിക്കുക? ഈ വർക്കിന്റെ അവിടെ 1 മാറണം. അപ്പൊ ഇവിടെ എത്രയാണ് വരുന്നത് അതാണ് ഉത്തരം. ഇവിടെ 1 എങ്ങനെയാ? ഈ ബൈ 9 ഇങ്ങോട്ട് കൊണ്ടുപോവുക, 6 × 9, ഈ 7 ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ ബൈ 7. അപ്പൊ ഇവിടെ എന്തായി? 1 യൂണിറ്റ് വർക്കായി. 6 × 9 എത്രയാ? 54/7 ദിവസം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ഈ ജോലിയുടെ 7/9 ഭാഗം എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ 54/7 നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കേണ്ടി വരും? 7/9 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പൊ അതായത് 7/9 പാർട്ട്. 54/7 ഇൻറ്റു 7/9. ഈ 7 വെട്ടിപ്പോയി, 9 വെട്ടി 54 എത്ര വട്ടം പോവും? 6 വട്ടം. അപ്പൊ ഉത്തരം എത്ര ദിവസം വരും? 6. അതായത് ബിക്ക് ഈ ജോലിയുടെ 7/9 ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 6 ദിവസം എടുക്കും. 2021 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ. Person A can do 1/5 of the work in 3 days, while B's efficiency is half of that of A. In how many days A and B working together can do half of the work? Option A 4, option B 7, option C 6, option D 5. എ ഒരു ജോലിയുടെ 1/5 ഭാഗം 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബിക്കാണെങ്കിൽ എയുടെ എഫിഷ്യൻസിയുടെ പകുതി മാത്രമേ എഫിഷ്യൻസി ഉള്ളൂ. എങ്കിൽ ആ വർക്കിന്റെ പകുതി ഭാഗം എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഇതാണ് ചോദ്യം. നമുക്ക് ടോട്ടൽ വർക്ക് 1 യൂണിറ്റ് ആയിട്ട് എടുക്കാം. ടോട്ടൽ 1 യൂണിറ്റ്. അതുപോലെ എത്ര ദിവസം കൊണ്ടാ? 3 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് 1 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് ഈ എ എത്ര ദിവസം എടുക്കുന്ന എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ബൈ 5 സമുദ്ര പ്രതീകമാണ്. അപ്പോൾ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് എത്ര വരിക? ബൈ 5 അങ്ങോട്ട് പോയാൽ 3 × 5 15 ദിവസം. അപ്പോൾ എയുടെ 1 യൂണിറ്റ് വർക്ക് എത്രയാ? അത് ചെയ്യാനായിട്ട് 15 ദിവസം എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബിക്ക് ഇതേ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? ബി സർ ഈക്വൽ ടു 15 നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ? 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. കാരണം എന്താ? ബിക്ക് എയുടെ പകുതി എഫിഷ്യൻസി മാത്രമേ ഉള്ളൂ. അതായത് ഈ 15 നമ്മൾ എന്ത് ചെയ്യും? 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കുന്നത്. ഈ ജോലി ചെയ്യാനായിട്ട് ബിക്ക് 30 ദിവസം എടുക്കും. ഞാനപ്പോൾ നമ്മുടെ പഴയ ട്രിക്ക് കിടന്നു. എ എഴുതി ബ്രാക്കറ്റിൽ 15 എഴുതി, ബി എഴുതി ബ്രാക്കറ്റിൽ 30 എഴുതി, താഴെ വരച്ചു. 15 30 എൽസിയം എത്ര വരിക? 30 വരും. 30 × 1 30, 15 × 2 30.
അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് 30 കിട്ടി. ടോട്ടൽ വർക്ക് നമുക്ക് എന്നാ പകുതി ജോലി എന്ന് പറയുമ്പോൾ 30ന്റെ പകുതി എത്രയാ? 15. ചെയ്യാനായിട്ട് എക്കും ബിക്കും കൂടെ എത്ര ദിവസം എടുക്കുന്നത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതായത് 15 യൂണിറ്റ്, അതായത് 30 യൂണിറ്റ് ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ ഹാഫ് ഓഫ് വർക്ക് 15. ഇത് ഈ 15 യൂണിറ്റ് വർക്ക് ചെയ്യാനായിട്ട് എക്കും ബിക്കും കൂടെ എത്ര ദിവസം എടുക്കും? എങ്ങനെ കണ്ടുപിടിക്കുക? ഈക്വൽ ടു ടൈം കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. WET വർക്ക് എഫിഷ്യൻസി ടൈം. ഇത് നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ടൈമാണ് W/E ചെയ്യണം. അപ്പൊ വർക്ക് ബൈ എഫിഷ്യൻസി. വർക്ക് എത്രയാ? 15. എഫിഷ്യൻസി രണ്ടാളിനെയും കൂട്ടണം, 1 2 3. അപ്പൊ ഉത്തരം 5 ദിവസം കിട്ടും. 23 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ. P is 2 times more efficient than Q. P is able to complete a piece of work in 40 days less than Q. Working together, the whole number of days taken by them to complete the work is option A, option 1, 26, 2, 25, 3, 27, 4, 28. പിക്ക് ക്യൂവിനേക്കാളും 2 ഇരട്ടി എഫിഷ്യൻസി ഉണ്ട്. അതുപോലെ ക്യൂവിനേക്കാളും 40 ദിവസം കുറവ് മതി പിക്ക് ജോലി കംപ്ലീറ്റ് ചെയ്യാൻ. എങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവരുടെ എഫിഷ്യൻസി തമ്മിലുള്ള റേഷ്യോ ചെയ്തിരിക്കുക. ആരൊക്കെ തമ്മിലുള്ള? P/Q. അപ്പോൾ P/Q 1:2. അതായത് പിക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ജോലി ക്യൂവിനാവുമ്പോൾ 2 ദിവസം എടുക്കും. ഇനി അവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അതാണ് ഈ 40 ദിവസം വരിക. കാരണം ഒരാൾക്ക് മറ്റൊരാളെക്കാളും 40 ദിവസം കുറവ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതായത് ഈ 2 1 തമ്മിലുള്ള വ്യത്യാസം 1, ആ ഒരു യൂണിറ്റ് ആയിരിക്കും 40 ദിവസം വരിക. ആ ഒരു യൂണിറ്റ് ആയിരിക്കും 40 ദിവസം വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിക്ക് എത്ര ദിവസം എടുക്കും? പിക്ക് 1 ഇൻറ്റു ഈ 1 2, ഇത് പിയുടെയും ഇത് ക്യൂവിൻ്റെയും. അപ്പോൾ 1 ഇൻറ്റു 40 എത്ര ദിവസം? 40 ദിവസം. 2 ഇൻറ്റു 40 എത്രയാ? 80 എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര വരിക? 40ന്റെ 80ന്റെ LCM എടുക്കണം. LCM എത്രയാ? 80 തന്നെ. 80 ഇൻറ്റു 1 80 തന്നെ. 40 ഇൻറ്റു 2 80. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. നമുക്ക് വേണ്ടത് എന്താ? അവർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ടൈമാണ് വേണ്ടത്. നമ്മൾ ട്രിക്ക് എഴുതി എന്താ? വെറ്റ് എഴുതി WET. ഇതിൽ നമുക്ക് വേണ്ടത് ടൈമാണ്. ടൈം ഈക്വൽ ടു W/E. വർക്ക് എത്രയാ? 80 ബൈ എഫിഷ്യൻസി. ഈ 1ഉം ഈ 2ഉം കൂടെ കൂട്ടിയ 3 വരും. 2 വട്ടം പോവും. 2 ഈ 3 6, ബാക്കി 2 20 6 വട്ടം 18 പോയിന്റ്, ബാക്കി 2 20 6. അപ്പൊ അപ്രോക്സിമേറ്റ് എത്ര ദിവസം? 27 ദിവസം കൊണ്ട് എയും ബിയും കൂടെ ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും. CGL 2023 മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ. A and B can complete a job together in 12.5 days. B and C can complete the same job together in 18.75 days, while C and A can complete the same job together in 15 days. In how many days will A, B, C together be able to complete the same job alongside D, who is only 40% as efficient as C? Option A, 9 17/27. Option B, 9 2/3. Option C, 9 7/27. Option D, 9 1/3. എയും ബിയും കൂടെ 12.5 ദിവസം കൊണ്ടും ബിയും സിയും കൂടെ 18.75 ദിവസം കൊണ്ടും സിയും എയും കൂടെ 15 ദിവസം കൊണ്ടും ഒരു ജോലി ചെയ്യും. എങ്കിൽ എയും ബിയും സിയും കൂടാതെ ഡിയും കൂടി വരികയാണ്. ഡിക്കാണെങ്കിൽ സിയുടെ 40% എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇവർ 4 പേരും കൂടെ
ഈ ജോലി ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കുന്നതാണ് ചോദ്യം. അപ്പോൾ CGL മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റേതായ ലെവൽ ഉണ്ടാവും. പക്ഷേ ഈസിയാണ്, നമുക്ക് നോക്കാം. ഞാനിവിടെ A+B എഴുതി. അവരെത്ര ദിവസം കൊണ്ടാ? 12.5 ദിവസം കൊണ്ട്. ഞാനിവിടെ B+C എഴുതി. അവരെത്ര ദിവസം കൊണ്ടാ? 18.75 ദിവസം കൊണ്ട്. C+A എഴുതി. അവരെത്ര ദിവസം കൊണ്ടാ? 15 ദിവസം കൊണ്ട്. നേരെ താഴ്ത്തി വരച്ചു. ഈ വരച്ചിരിക്കുന്ന കൂട്ടിമുട്ടുന്ന ഭാഗമാണ് അവരുടെ ടോട്ടൽ വർക്ക് വരിക. അപ്പോൾ ടോട്ടൽ വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ 3 പേരുടെയും കൂടെ LCM എടുക്കണം. അപ്പോൾ LCM എടുക്കാനായിട്ട് വലിയ നമ്പർ ആരാണോ, വലിയ നമ്പർ ആരാ? 18.75. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ നോക്കണം. അതിൽ ഈ 3 പേരുടെയും മൾട്ടിപ്പിൾ ആയിട്ട് വരും വേണം. അപ്പോൾ 18.75 18.75 എത്ര വരിക? 36. 36 ഒന്നര 37.5 വരും. ഇനി 37.5 18.75 എത്ര വരിക? അപ്പോൾ 37 8 45 45.5 45.5 0.75 കൂട്ടി കഴിഞ്ഞാൽ എത്ര വരിക? 45.5 0.75. അപ്പോൾ 46.25 വരും. അപ്പോൾ ഒരു 10 കൂടെ കൂട്ടണം. അപ്പോൾ എത്ര വരിക? 56.75. അതും ഈ 12.5ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 15ൻ്റെ മൾട്ടിപ്പിൾ അല്ല. വീണ്ടും കൂട്ടണം. വീണ്ടും കൂട്ടുമ്പോൾ അങ്ങനെ കൂട്ടി 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 എവിടെ എത്തുമ്പോഴാണ് ഇവർ 3 പേരും ഒരേ മൾട്ടിപ്പിൾസ് ആയിട്ട് മാറുക? 75-ലെത്തുമ്പോൾ ഇവർ 3 പേരും എന്തായിട്ട് മാറും? മൾട്ടിപ്പിൾ ആയിട്ട് മാറും. അപ്പോൾ LCM എത്ര വരിക? 75 വരും. അപ്പോൾ നമുക്ക് കൂട്ടി പോകണമെങ്കിൽ ഇവിടെ കൂട്ടി കൂട്ടി പോവാം. എങ്ങനെയാ? 18 മുക്കാൽ 18 മുക്കാലും 18 മുക്കാലും കൂട്ടി കഴിഞ്ഞാൽ 18 36 36 ഒന്നര 37.5. അതുപോലെ ഇവിടെ 18 മുക്കാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആരാണ് ചോദിക്കാം. അപ്പോൾ 37 10 47 8 എത്രയാ? 55 55 1 56 4 വരും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 18 3 കൂട്ടും. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഇവരുടെ മൾട്ടിപ്പിൾ ആണ് നോക്കണം. 12.5 പിന്നെ അതുപോലെ 15 മൾട്ടിപ്പിൾ ആണ് നോക്കണം. ഇത് കൂട്ടണം. എത്ര വരിക? 56 10 66 8 74 74 1 75 വരും. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര വട്ടം കൂട്ടി? 1 2 3 4 വട്ടം കൂട്ടി. അപ്പോൾ ഇവിടെ ഇൻറ്റു 4 ചെയ്താൽ 75 വരും. അതുപോലെ 15ന് എത്ര വട്ടം ഗുണിക്കണം? ഇൻറ്റു 5 ചെയ്താൽ 75 വരും. 12.5നെ 6 വട്ടം ഗുണിച്ചാലും എത്ര വരും? 75 വരും. അപ്പോൾ C+Aയുടെ എഫിഷ്യൻസി 5, B+Cയുടെ എഫിഷ്യൻസി 4, A+Bയുടെ എഫിഷ്യൻസി 6 വരും. ടോട്ടൽ വർക്ക് അടച്ചാൽ 75 വരും. ഇനി നമുക്ക് വേണ്ടത് സിയുടെ മാത്രം എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് എന്തിനു വേണ്ടിയിട്ടാണ്? സിയുടെ എഫിഷ്യൻസി 40% ആണ് ഡിയുടെ എഫിഷ്യൻസി. അപ്പോൾ സിയുടെ മാത്രം എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇവരെല്ലാവരെയും കൂടി കൂട്ടണം. അപ്പോൾ A+, B+, B+, C+, A ഈക്വൽ ടു ഇതെല്ലാം കൂടി കൂട്ടുക. ഈ എഫിഷ്യൻസി 6 4 10 5 15. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും 2 വട്ടം ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു A+, B+, C ഈക്വൽ ടു 15. അപ്പോൾ ഇതിന്ന് ഈ 2 അങ്ങോട്ട് പോയാൽ A+, B+, C ഈക്വൽ ടു 15/2 7.5. ഇതിന്ന് C മാത്രം കിട്ടാൻ A+B കളഞ്ഞാൽ മതി. A+Bയുടെ എഫിഷ്യൻസി 6 ആണ്. അപ്പോൾ ഇതിന്ന് എന്ത് ചെയ്യുക? ഈ A+B മാത്രം എടുത്ത് കളയും. അപ്പോൾ ഈ 7.5 7.5 അത് C ഈക്വൽ ടു 7.5 മൈനസ് 6 എത്ര വരിക? 1. അപ്പോൾ സിയുടെ എഫിഷ്യൻസി കിട്ടി എത്രയാ? 1.5. ഇതിന്റെ 40% കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20% പറഞ്ഞു കഴിഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ 40% പറയുമ്പോൾ 2/5. അപ്പോൾ 1.5 ഇൻറ്റു 2/5 5 വെട്ടി 15 3 വട്ടം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. 0.3 × 2 0.6. അപ്പോൾ ഇതാണ് ആരുടെ എഫിഷ്യൻസി?
ഡിയുടെ എഫിഷ്യൻസി എയുടെ കിട്ടി, ബിയുടെ കിട്ടി, പിന്നെ അതുപോലെ ആരെയും കിട്ടി, സിയുടെ കിട്ടി, ഡിയുടെ കിട്ടി, എല്ലാവരുടെ എഫിഷ്യൻസി കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി കാണണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ പ്ലസ് ബി പ്ലസ് സി എത്ര? 7.5. അതിൻ്റെ കൂടെ ഡിയും കൂടെ കൂട്ടണം. അപ്പോൾ 7.5 0.6 കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ എഫിഷ്യൻസി എത്ര കിട്ടി? 7.5 0.6 8.1. ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടിയത് എത്രയാ? 75. ടോട്ടൽ വർക്ക് എത്രയാ? 75. ഇതിന്റെ ടൈം കണ്ടുപിടിക്കണം. നമുക്ക് അറിയാണ്ടിരിക്കുക എന്താ? വെറ്റ് എന്ന് വരും. അപ്പൊ ഇവിടെ WET. ഇതിന്റെ ടൈം കണ്ടുപിടിക്കണം. അപ്പൊ W/E. അപ്പൊ W എത്രയാ? 75. അപ്പൊ ടൈം ഈക്വൽ ടു W/E. വർക്ക് എത്രയാ? 75 ബൈ എഫിഷ്യൻസി എത്രയാ? 8.1. അപ്പോൾ ഇതിനെ ഇൻറ്റു 10 ചെയ്യുക, ഇവിടെ ഇൻറ്റു 10 ചെയ്യുക, ഇവിടെ ഇൻറ്റു 10 ചെയ്യുക. അപ്പോൾ 750/81 വരും. ഇത് രണ്ടുപേരും ആരുടെ മൾട്ടിപ്പിളാ? 3ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3ന് വെട്ടിക്കളയാം. എങ്ങനെ വെട്ടുക? 750/81. അപ്പോൾ അത് ഇവിടേക്ക് എടുത്ത് എഴുതുന്നത് 750/81. അപ്പോൾ ഇവിടെ 2 വട്ടം, ബാക്കി 1 15 5 വട്ടം 250 ഇവിടെ 2 വട്ടം, ബാക്കി 2 21 7 വട്ടം 27. ഇനി 27 മൾട്ടിപ്പിൾ ആലോചിക്കുക. 27 മൾട്ടിപ്പിൾ ആലോചിക്കുമ്പോൾ 27 270 270 20 പോയ 250. അപ്പോൾ 9 വട്ടം 9. അതായത് നമ്മൾ 27 10 കൊണ്ട് വിളിച്ച് നോക്കിയപ്പോൾ 270 വന്നു. എന്നിട്ട് ഒരു വട്ടം 27 കുറച്ചു. അപ്പോൾ 270 20 പോയാൽ 250, 250 7 പോയാൽ 243. ബാക്കി എത്രയാണ്? 7. 70 27 എത്ര വട്ടം പോകും? 2 വട്ടം പോകും. 9.2 ദിവസം വരും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ക്ലാസ്സിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.